നമ്മളിൽ ആരെങ്കിലും ആകർഷിക്കപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ആകർഷിക്കാനോ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. യൂണിവേഴ്സിൻ്റെ സ്കെയിലിൽ അട്രാക്ഷൻ എപ്പോഴും കാരണമാകുന്നത് ഗുരുത്വാകർഷണ ബലമാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന വസ്തുത. ഗുരുത്വാകർഷണ ബലം ചെലുത്തുന്നതിന് പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിലും അധികം മാസ്സുള്ള വസ്തുക്കളുണ്ടായിരിക്കും. സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നതും ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നതും ഒക്കെ തന്നെ ആ അട്രാക്ഷന് പിന്നിൽ അവയ്ക്കുള്ള മാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഗവേഷകർ പല സമയങ്ങളിലും പല വസ്തുക്കളും പലതിലേക്കും ആകർഷിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആൻഡ്രോമീഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും പരസ്പരം അടുക്കുന്നു, അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വസ്തുത. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഓരോ മണിക്കൂറിലും 22 ലക്ഷത്തിലധികം കിലോമീറ്റർ എന്ന് പറയുന്ന രീതിയിൽ പ്രപഞ്ചം ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്തും മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമീഡ ഗാലക്സിയും പരസ്പരം കൂട്ടിയിടിക്കും എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് അകലുന്ന പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ അമിതമായ സ്വാധീനം കൊണ്ട് അടുക്കുന്ന ഗാലക്സികളുടെ സാന്നിധ്യമാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മാസ്സുള്ള വലിയ ഗാലക്സികൾക്ക് പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ മറികടന്ന് അകന്നു പോകുന്നത് തടഞ്ഞിട്ട് അടുത്തു വരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇത്തരത്തിൽ 1980-കളിൽ ബിഗ് ബാങ് തിയറിയുടെ ഒരു പ്രപ്പോസലിനൊക്കെ ശേഷം പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളപ്പോൾ തന്നെ പ്രപഞ്ചത്തിൻ്റെ പല വസ്തുക്കളും പല കോണുകളിലേക്കും അബ്രപ്റ്റായിട്ട് ഒരു റീസൺ ഇല്ലാതെ അടുക്കുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. ഓസ്ട്രേലിയയിലെ പാർസ് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നിരീക്ഷിക്കുന്ന സമയത്താണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗത്തുള്ള ഒരു വലിയ ഏരിയയിലേക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും അതിനെ അടുത്തുകൊണ്ടിരിക്കുന്ന ആൻഡ്രോമീഡ ഗാലക്സിയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമീഡ ഗാലക്സിയും ട്രയാങ്കുലം ഗാലക്സിയും എല്ലാം അടങ്ങിയ വിർഗോ സൂപ്പർ ക്ലസ്റ്ററും ആ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ പോലെ തന്നെ ഒരുപാട് സൂപ്പർ ക്ലസ്റ്ററുകൾ നമ്മുടെ വലിയ സ്ട്രക്ചറായിട്ടുള്ള ലെനേക്ക സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം മണിക്കൂറിൽ 600 കിലോമീറ്റർ അധികം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ശ്രദ്ധിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകൾക്കും ഇടയിൽ കാണപ്പെടുന്ന ഈ ഒരു പെക്യുലിയർ ആയിട്ടുള്ള അട്രാക്റ്റീവ് സോൺ എന്താണ്? ആ സോണിനെ വിളിക്കുന്ന പേര് ഗ്രേറ്റ് അട്രാക്ടർ എന്നാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രേറ്റ് അട്രാക്ടറിന് നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ എന്തെങ്കിലും സ്വാധീനത്തിന് സാധ്യതയുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയുടെ പ്രപഞ്ചത്തിൻ്റെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ ഗ്രേറ്റ് അട്രാക്ടർ, ആ പേരിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ വളരെ വലിയ ഭാഗങ്ങളെയും വലിച്ചടുപ്പിക്കുന്ന ഒരു സോണിനെയാണ് ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കാൻ നമ്മുടെ മനുഷ്യർക്ക് ഗവേഷക ഉപകരണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് നമ്മുടെ പരിമിതി കൊണ്ടല്ല, അത് നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രദേശത്ത് പോയിട്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മിൽക്കി വേയുടെ ചിത്രങ്ങൾ എടുക്കാം എന്നറിയാം. നമ്മളിൽ പലരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മിൽക്കി വേയുടെ മെയിൻ റിങ് വരുന്ന ഈ ഒരു പ്രദേശം നമ്മുടെ ബഹിരാകാശത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെയുള്ള 20% സ്പേസിനെ തടയുന്നുണ്ട്. അതുകൊണ്ടാണ് ദ സ്പേസ് ഓഫ് അവോയ്ഡൻസ് അല്ലെങ്കിൽ ദ സോൺ ഓഫ് അവോയ്ഡൻസ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വലിയൊരു മിൽക്കി വേ ഗാലക്സിയുടെ ഡിസ്കിൻ്റെ സൈഡിലിരിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിൽ പരിഗണിക്കുക. അതിനുശേഷം മിൽക്കി വേയുടെ സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പൈറൽ ഷേപ്പിൽ മിൽക്കി വേയുടെ സെൻറ്ററിനെ വളരെയധികം ഗ്യാസും ഡസ്റ്റും മറ്റ് ഗാലക്സികളും സ്റ്റാറുകളും എല്ലാം തന്നെ മറച്ചിട്ട് അതിങ്ങനെ സൈഡിലേക്ക് ലീനിയർ ഫോമിൽ ഒരു ഒബ്സ്റ്റക്കിൾ നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാം. കാണുന്ന സമയത്ത് അവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ആ നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള വസ്തുതകളെ ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു തടസ്സം കൊണ്ട് നമുക്ക് സാധ്യമല്ല. ഈ പറയുന്ന തടസ്സത്തിന് അപ്പുറത്താണ് ഗ്രേറ്റ് അട്രാക്ടർ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വസിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പകരം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോമീഡ ഗാലക്സിയും ഒക്കെ തന്നെ വളരെയധികം റേറ്റിൽ അങ്ങോട്ട് റെഡ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പ്രകാശം പുറത്തു വിടുന്ന വസ്തുക്കൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ പ്രകാശം നമ്മുടെ ടെലസ്കോപ്പുകളിൽ വീണതിന് ശേഷം അത് പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അതിനെക്കുറിച്ച് പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നക്ഷത്രങ്ങളിലായി സ്ഥിതി ചെയ്യുന്നതും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെന്ന് നമുക്കെല്ലാം അറിയാം. ഈ പറയുന്ന സോൺ ഓഫ് അവോയ്ഡൻസിലേക്ക് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ
ഹൈഡ്രജൻ നിറഞ്ഞ നക്ഷത്രങ്ങളും ഹൈഡ്രജൻ ഗ്യാസുകളുമാണ് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിനെ പഠിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിലൂടെ കടന്നു വന്നതിൻ്റെ സിഗ്നേച്ചറുകൾ നമുക്കതിൻ്റെ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി നമ്മളെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. 21 സെൻറ്റിമീറ്റർ ലൈനാണ് ഇത്തരം സ്പെക്ട്രങ്ങളിലൂടെ ഹൈഡ്രജൻ നമുക്ക് തരുന്ന ഒരു ഡാറ്റ. ഇതിൽ നിന്നുള്ള വേരിയേഷൻ അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രകാശം കടന്നു വന്ന ഭാഗത്തുള്ള സ്വഭാവത്തെ പഠിക്കാൻ കഴിയുന്നത്. അതായത് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിലേക്ക് നമ്മൾ നോക്കുന്ന സോൺ ഓഫ് അവോയ്ഡൻസിനെ കൃത്യമായി നിരീക്ഷിച്ചാൽ അതിലൂടെ ചില പ്രകാശരശ്മികൾ നമ്മുടെ ടെലസ്കോപ്പിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. അതിൽ എക്സ്റേസ് ഉണ്ടായിരിക്കും, ഇൻഫ്രാറെഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വളരെ ശക്തി കുറഞ്ഞ രീതിയിലുള്ള റേഡിയോ വേവ്സുകളും ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫ്രാറെഡുകളും എക്സ്റേകളും ഒക്കെ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഈ കാണുന്ന തടസ്സത്തിനപ്പുറം എന്തുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി തരുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഇത്തരം ഗാലക്സികൾ വലിച്ച് അടുപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി തരാനുള്ള ഡാറ്റയൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ചില ഊഹങ്ങളുണ്ട്. വളരെയധികം മാസ് കൂടിയ രീതിയിൽ ഡാർക്ക് മാറ്ററിൻ്റെ അക്യുമുലേഷനോ ഒരു വലിയ ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യമോ ഉൾപ്പെടെ പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ മാസ് കൂടിയ വസ്തുക്കളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് അവിടെയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവിടേക്ക് നേരിട്ട് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് ഗ്രേറ്റ് അട്രാക്ടറിനെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ ഗ്രേറ്റ് അട്രാക്ടറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ 1980കളിൽ കണ്ടെത്തിയെങ്കിലും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ അനോമലീസ് ആണ്. നമുക്കതിനെക്കുറിച്ച് അറിയാം. ബിഗ് ബാങ് ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് പ്രപഞ്ചമുണ്ടായ സമയത്ത് പുറത്തു വന്ന പ്രകാശത്തിൻ്റെ ഒരു സിഗ്നേച്ചർ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതിനെ മാപ്പ് ചെയ്യുമ്പോൾ ഏകദേശം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ളൊരു ടെമ്പറേച്ചർ കാണുന്നതിന് പകരം നമ്മുടെ ലെനൈക്ക സൂപ്പർ ക്ലസ്റ്റർ അടങ്ങുന്ന ഭാഗത്തിൻ്റെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ ഒരു മാപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് കാണാം. ഈ റേഡിയേഷൻ്റെ എനർജിക്ക് കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കുറവ് കാണാനുള്ള കാരണമാണ് ഗ്രേറ്റ് അട്രാക്ടർ സ്ഥിതി ചെയ്യാനുള്ള ഒന്നാമത്തെ റീസണായിട്ട് 80കളിൽ ഗവേഷകർ മനസ്സിലാക്കിയത്. അതിനുശേഷം 2000 ആകുമ്പോൾ നമ്മൾ ടെലസ്കോപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും എക്സ്റേ കിരണങ്ങളെ വരെ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ ടെലസ്കോപ്പുകൾ നിർമ്മിക്കുകയും ചെയ്തതിലൂടെയാണ് ഗ്രേറ്റ് അട്രാക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ നിഗമനങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ 2020 ജൂലൈ മാസമാകുന്ന സമയത്ത് ഗ്രേറ്റ് അട്രാക്ടറിനെ കുറിച്ചുള്ള പഠനത്തിന് പുറമെ ഈ പറയുന്ന നമ്മുടെ സോൺ ഓഫ് അവോയ്ഡൻസിൻ്റെ ഭാഗത്തായിട്ട് ലെനൈക്ക സൂപ്പർ ക്ലസ്റ്ററിൽ ഏകദേശം 70 കോടി പ്രകാശ വർഷം നീളത്തിന് കിടക്കുന്ന ഒരു നെടുനീളൻ സ്ട്രക്ചറിനെ ഗവേഷകർ കണ്ടെത്തി. ഈ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളെയും പ്രധാനപ്പെട്ട ലെനൈക്ക സൂപ്പർ ക്ലസ്റ്ററുള്ള വസ്തുക്കളെ വലിച്ചടിപ്പിക്കുന്നതാണെങ്കിൽ ഈ ഗ്രേറ്റ് സതേൺ വാൾ എന്ന് പറയുന്ന നീളത്തിലുള്ള രൂപത്തിന് ഒരു പ്രത്യേക രീതിയിൽ ഗ്യാസും ഡസ്റ്റും നക്ഷത്രങ്ങളും ചേർന്ന ഒരു ഡെൻസർ ആയിട്ടുള്ളൊരു വാള് പോലെ നീണ്ടു പരന്ന് ചിത്രത്തിൽ കാണുന്ന പോലെ കിടക്കുന്നതായിട്ടാണ് ഗവേഷകർ കണ്ടെത്തിയത്. 70 കോടി പ്രകാശവർഷ നീളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അത് വളരെ വലിയൊരു വാളായിട്ട് തന്നെ രൂപപ്പെടുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന സെലസ്റ്റിയൽ രൂപമായിട്ടുള്ള പെഴ്സസ് മുതൽ ഏപ്പസ് വരെ നീണ്ടു കിടക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും നീളം കൂടിയ സ്ട്രക്ചറാണ് ഈ പറയുന്ന സദേൺ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു പ്രത്യേക രൂപം എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നുള്ള ചോദ്യവും ഗ്രേറ്റ് അട്രാക്ടറും വളരെ മിസ്റ്ററി ആയിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനെന്തെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രാധാന്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് പിന്നീട് നിൽക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ഉത്തരമാണുള്ളത്. 1, പ്രപഞ്ചം എല്ലാ കാലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2, പ്രപഞ്ചം ഫ്രീസ് ആവും. 3, പ്രപഞ്ചം ക്രഞ്ച് ചെയ്തതിന് ശേഷം പുതിയൊരു ബിഗ് ബാങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ക്രഞ്ച് ചെയ്ത് പ്രപഞ്ചം ഇല്ലാതാവുകയോ ചെയ്യും എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കാറുള്ളത്. എന്നാൽ ഈ പറയുന്ന ഗ്രേറ്റ് അട്രാക്ടർ പോലെയുള്ള രൂപങ്ങൾ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെങ്കിൽ ഇതിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുന്ന ഗാലക്സികൾക്ക് എന്ത് സംഭവിക്കും? അത് ഒരു ഭാഗത്തേക്ക് ക്രഞ്ച് ചെയ്യപ്പെടുമോ, അതോ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് അത് അവിടെ ചെന്നിട്ട് മറ്റൊരു യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേക രൂപമായിട്ട് സ്ട്രക്ചറായിട്ട് നിലനിൽക്കുമോ? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. എന്തായാലും ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് പ്രപഞ്ചം മുഴുവൻ ആകർഷിക്കപ്പെട്ടതിന് ശേഷം പുതിയ ബിഗ് ബാങ് സൈക്കിൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ എൻഡാണ്. അത്തരത്തിലുള്ള ഒരു ഇംപ്ലിക്കേഷനിലേക്കാണ് ഗ്രേറ്റ് അട്രാക്ടർ പോലെയുള്ള രൂപങ്ങളുടെ കണ്ടെത്തൽ നയിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രജ്ഞരുണ്ട്. എല്ലാവരും അത് പറയുന്നില്ല. പക്ഷേ ഇതൊരുപാട് ബില്യൺ കണക്കിന് വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ. അതിനു മുമ്പ് തന്നെ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമീഡ ഗാലക്സിയും കൂട്ടിയിടിക്കും എന്നുള്ള വസ്തുത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യായുസ്സിൽ ഇതൊക്കെ കണ്ടെത്താനും അനുഭവിക്കാനും കഴിഞ്ഞത് തന്നെ ഭാഗ്യം. ഇതിൽ
അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളത് വിറ്റ്നസ് ചെയ്യാൻ നമ്മൾ കാണുമോ എന്നുള്ളത് അതിനേക്കാൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്നും പ്രപഞ്ചത്തിൻ്റെ ബിഗ് ബാങ്ങിന് ശേഷമുള്ള എക്സ്പാൻഷനകത്ത് ഇങ്ങനെയുള്ള അനോമലീസ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ എത്രത്തോളം കണ്ടെത്തിയിട്ടുണ്ട് എന്നും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾക്കകത്തുള്ള വ്യത്യാസങ്ങൾ എത്ര കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നും പൊതുബോധമുണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകൾ കാണുക. പ്രപഞ്ചം വെറുതെ വികസിക്കുകയല്ല എന്നും അതിനകത്ത് തന്നെ പല മൂവ്മെൻറ്റുകളും നടക്കുന്നുണ്ട് എന്നും മനസ്സിലാകുമ്പോൾ ബിഗ് ബാങ്ങേ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്നും ബിഗ് ബാങ്ങിന് ശേഷം ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എന്ത് എന്നുള്ള മറു ചോദ്യത്തിലേക്ക് നമ്മുടെ ബോധം അപ്ഗ്രേഡ് ആവും എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, കാര്യം ഇതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഇൻഫർമേഷനുകൾ നമ്മുടെ കയ്യിൽ കുറവാണ്. പക്ഷേ കിട്ടിയ ഇൻഫർമേഷനുകൾ അത്രത്തോളം വാലിഡിറ്റി ഉള്ളതുമാണ്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ